കാൽ നൂറ്റാണ്ടിലേറെ കാലം വറ്റിവരണ്ടു കിടന്ന കണ്ണൂർ പഴശ്ശി മാഹി കനാലിലൂടെ വീണ്ടും വെള്ളമൊഴുകി. പഴശ്ശിയിൽ നിന്നും മാഹി കനാലിലൂടെ 23 കിലോമീറ്റർ ദൂരത്തിലാണ് വെള്ളമൊഴുകിയെത്തിയത്. ജലവിതരണം വിജയകരമായത് കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവാണ് നൽകുന്നത്. കഴിഞ്ഞ വർഷം മാഹി കനാലിലൂടെ പരീക്ഷണാടിസ്ഥാനത്തിൽ വെള്ളമൊഴുക്കിയിരുന്നു. 23 കിലോമീറ്റർ നീളമുള്ള മാഹി ബ്രാഞ്ച് കനാലിലൂടെ ഏലാങ്കോട് വരെ ജലമൊഴുക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് ശക്തമായ നിരീക്ഷണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്നു. ഇതിപ്പം കനാലിലെ വെള്ളം കുറച്ച് കാലങ്ങൾക്ക് ശേഷം പിന്നെയും രണ്ടാമത് സൈഡെല്ലാം ക്ലിയർ ആക്കി അതിനുശേഷം ഇപ്പം സുഗമമായിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോരാത്തതിന് സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ കിണറുകളിലും വെള്ളം നല്ലപോലെ കിട്ടുന്നുണ്ട്. വയലുകളിലും അതുപോലെ തന്നെ സൈഡിലുള്ള ആണികളിലെല്ലാം വെള്ളമുണ്ട്. ജനുവരി 6 മുതൽ പഴശ്ശി പ്രധാന കനാൽ വഴി ജലസേചനം ആരംഭിച്ചിരുന്നു. പറശ്ശിനിക്കടവ് നീർപ്പാലം വരെ 42.5 കിലോമീറ്റർ പ്രധാന കനാലിലൂടെയും 7 കൈക്കനാലുകളിലൂടെയും ജലവിതരണം നടത്തി. 188.6 ഹെക്ടർ കൃഷിയിടങ്ങൾക്ക് നേരിട്ടും 800ഓളം ഹെക്ടർ പ്രദേശത്ത് നീരൊഴുക്ക് വഴിയും ഇത് ഗുണം ചെയ്തു. 6000ഓളം കിണറുകളിലും 200 കുളങ്ങളിലും ജലനിരപ്പേറുകയും ചെയ്തു. മാഹി ബ്രാഞ്ച് കനാൽ, കൈക്കനാലുകൾ, ഡിസ്ട്രിബ്യൂട്ടർ എന്നിവയിലോടുകൂടി വെള്ളമൊഴുക്കുന്നതോടെ 600 ഹെക്ടർ സ്ഥലത്ത് ജലസേചനവും 1000ഓളം കിണറുകളുടെ റീചാർജിങ്ങും സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് മലയാളം, കണ്ണൂർ.